സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർത്ഥങ്കര എന്ന സ്ഥലനാമത്തെ സംബന്ധിച്ച. തീർത്ഥാടനം നമുക്കറിയാം. ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് പൂജാരി പകർന്നു തരുന്ന പുണ്യ ജലത്തിന് നമ്മൾ പറയുന്നത് തീർത്ഥം എന്നാണ്. അപ്പോൾ തീർത്ഥത്തിന് പവിത്രമായ ഒരു സങ്കല്പമാണ് ഉള്ളത്. അത് പുണ്യജലം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ശരിക്കും കുളി എന്നുള്ള അർത്ഥമാണുള്ളത്. തീർത്ഥത്തിൽ ആറാടുക എന്നുള്ള അർത്ഥത്തിലാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. ശരിക്കും കുളി എന്നാണ് അതിന് വാച്യാർത്ഥമെങ്കിലും അതിൻ്റെ സങ്കല്പം മറ്റൊന്നാണ്. അപ്പോൾ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ആരാധിക്കുക എന്നുള്ള അർത്ഥമാണ് തീർത്ഥാടനത്തിന് പൊതുവെ ഉള്ളത്. ആ തീർത്ഥാടനം ഒരു വ്യവസായമായി തന്നെ ഇന്ന് വളർത്തിയെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തീർത്ഥങ്കരയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ തീർത്ഥങ്കര എന്ന് പറയുന്ന സ്ഥലനാമങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിന് യഥാർത്ഥത്തിൽ ഈ തീർത്ഥത്തിന് ജലമെന്നാണ് അർത്ഥമെങ്കിലും, പുണ്യജലമെന്നാണ് അതിനർത്ഥമെങ്കിലും, ഇത് ജൈനമതവുമായി ബന്ധപ്പെട്ട ഒരു സമ്പ്രദായമാണ്. ജൈനമതത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമാത്മാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല. ഒറ്റ ആത്മാവുകളാണ് ഉള്ളത്. അത് മാത്രവുമല്ല, അവരുടെ ആരാധനാപാത്രങ്ങളെന്ന് പറയുന്നത് അവർക്ക് 12 വസുദേവന്മാർ, 63 ചക്രവർത്തിമാർ, 24 തീർത്ഥങ്കരന്മാർ. ഇതാണ് അവരുടെ പുണ്യപുരുഷന്മാർ. അപ്പോൾ ഇവർക്കൊക്കെ പ്രത്യേകം പേരുകളും പ്രത്യേക അവസ്ഥകളും പ്രത്യേകമായി ഇവരുടെ ഈ ചില ചിഹ്നങ്ങളുമൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനമായി അവർ ആരാധിക്കുന്ന ആളുകൾ 24 തീർത്ഥങ്കരന്മാരെയാണ്. അതിൽ ആദ്യത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് ഋഷഭനാഥനാണ്. ഋഷഭനാഥൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് കാളയാണ്. അതുപോലെ തന്നെയാണ് അതിനകത്ത് ചന്ദ്രനാഥനുണ്ട്, നേമിനാഥനുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ പറഞ്ഞു വരുമ്പോൾ 23ാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ. പാർശ്വനാഥൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് 5 തലയുള്ള സർപ്പമാണ്. ഇതേ 5 തലയുള്ള സർപ്പത്തിനെ നമുക്ക് വിഷ്ണുവിൻ്റെ ശയ്യയായിട്ട് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, അതുപോലെ അനന്തശായിയായി ബിംബങ്ങളുള്ളിടത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാമ്യങ്ങൾ ഹിന്ദുമതത്തിലെ ചിഹ്നങ്ങളും ജൈനമതത്തിലെ ചിഹ്നങ്ങളും തമ്മിൽ, പ്രത്യേകിച്ച് വൈഷ്ണവവും ഈ ജൈനവും തമ്മിലുള്ള ഒരുപാട് സാമ്യങ്ങൾ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. അപ്പോൾ ഈ പാർശ്വനാഥൻ 23ാമത്തെ തീർത്ഥങ്കരനാണ്. അതുപോലെ 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് സിംഹമാണ്. അദ്ദേഹത്തിൻ്റെ ഈ 24 തീർത്ഥങ്കരന്മാർക്കും പരിരക്ഷകളായി ഓരോ യക്ഷിയെയും സങ്കല്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ പാർശ്വനാഥൻ്റെ യക്ഷി എന്ന് പറയുന്ന അംബികയാണ്. അതുപോലെ 24ാം തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരൻ്റെ യക്ഷി എന്ന് പറയുന്നത് പത്തിനി ദേവിയാണ്. അപ്പം ഇത്തരം പുണ്യപുരുഷന്മാരെയാണ് ഇവരെ ആരാധന മൂർത്തികളായി കാണുന്നത്. ഇവരുടെ പേരാണ് തീർത്ഥങ്കരന്മാർ. 24 തീർത്ഥങ്കരന്മാർ. ഈ 24 തീർത്ഥങ്കരന്മാരുടെയും ബിംബങ്ങൾ പല സ്ഥലങ്ങളിലായി നമുക്ക് തെക്കേ ഇന്ത്യയിൽ കാണാൻ പറ്റും. അതിൽ പാർശ്വനാഥൻ്റെ ചിഹ്നങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന പോണ്ടിച്ചേരിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഴിത്തറയ്ക്ക് അടുത്തുള്ള ഇന്ന് തമിഴ്നാട്ടിലുള്ള പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ ചിതറാൽ മലയിൽ തന്നെ വർദ്ധമാന മഹാവീരൻ്റെയും പാർശ്വനാഥൻ്റെയും ഒക്കെ ബിംബങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ചന്ദ്രനാഥൻ്റേത് നമുക്ക് മലബാറിൽ കാണാൻ കഴിയും. അപ്പം ഈ തീർത്ഥങ്കരന്മാരെല്ലാം ആരാധനയോടുകൂടി കണ്ടിരുന്ന ഈ മതം തെക്കേ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്, വടക്കേ ഇന്ത്യയിൽ ഉത്ഭവിച്ച ഈ മതം തെക്കേ ഇന്ത്യയിൽ എത്തിച്ചേരുന്നത് ഏതാണ്ട് BC 300 കൂടിയാണ്. BC 300 വടക്കേ ഇന്ത്യയിൽ 12 കൊല്ലം നിലനിന്ന ഒരു വരൾച്ചയെ തുടർന്ന് ഭദ്രബാഹു എന്ന സന്യാസിയുടെ നേതൃത്വത്തിൽ അന്നത്തെ മൗര്യ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യനെയും കൂട്ടിക്കൊണ്ട് അവർ തെക്കേ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തു എന്നും മൈസൂറിൽ അവർ താവളമുറപ്പിച്ചു എന്നും ജൈന ആഗമങ്ങളിൽ സൂചനയുണ്ട്. അങ്ങനെ
അവിടെ എത്തിയ അതിൻ്റെ സ്മാരകമായി ശ്രാവണ ബലകുളയിൽ ഒരു ബിംബമുണ്ട്, ഗോമതേശ്വര പ്രതിമ. 12 കൊല്ലത്തിലൊരിക്കൽ അവിടെ മഹാമസ്താഭിഷേകമൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഒരു വലിയ ശക്തമായൊരു ജൈന കേന്ദ്രമാണ് ഈ ശ്രാവണ ബലകുള എന്ന് പറയും. ഈ ഭദ്രബാഹുവിൻ്റെ നേതൃത്വത്തിൽ BC 300 അവർ അവിടെ എത്തിച്ചേർന്നു. പക്ഷേ പ്രതിമയ്ക്ക് ഏതാണ്ട് 9-ാം നൂറ്റാണ്ട് 8-9-ാം നൂറ്റാണ്ടിലാണത് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ BC ക്രിസ്തുവിന് മുമ്പ് 300 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ജൈനമതത്തിൻ്റെ ഒരു സ്വാധീനം തെക്കേ ഇന്ത്യയിലേക്ക് വ്യാപിച്ചു എന്നും അത് ആദ്യം മൈസൂറിലാണ് എന്നും മൈസൂർ വഴി തമിഴ്നാട് വഴി തെക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മൈസൂറിൽ നിന്ന് നേരെ അത് വയനാട് വഴി മലബാറിലേക്കും വ്യാപിച്ചു എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ തീർത്ഥങ്കരന്മാരെ പ്രതിഷ്ഠിക്കപ്പെട്ടതോ അല്ലെങ്കിൽ തീർത്ഥങ്കരന്മാരുടെ സ്മാരകമായി രൂപം കൊണ്ടതോ ആയ ജൈനാശ്രമങ്ങളുടെ തീർത്ഥവുമായി ബന്ധപ്പെട്ട് നിരവധി പേരുകൾ പലയിടത്തും രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 24 തീർത്ഥങ്കരന്മാരിൽ പല തീർത്ഥങ്കരന്മാരുടെയും പേരിലോ അതിൻ്റെ സ്മാരകമായ രൂപപ്പെട്ട സ്ഥലങ്ങളാണ് തീർത്ഥങ്കരകൾ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ തീർത്ഥങ്കര എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്ത് കാട്ടാക്കട താലൂക്കിൽ ആര്യങ്കോട് പഞ്ചായത്തിലൊരു തീർത്ഥങ്കരയുണ്ട്. അതുപോലെ അതേപോലെ തന്നെ ഇതേ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ആനാട് പനവൂർ പഞ്ചായത്തിൻ്റെ ബോർഡറിൽ ഒരു തീർത്ഥങ്കരയുണ്ട്. ആ തീർത്ഥങ്കരയിൽ വഴിയാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഈ തിരുവനന്തപുരത്തിൻ്റെ സംസ്കാരമൊക്കെ സൃഷ്ടിച്ച കിള്ളിയാർ ഒഴുകുന്നത് ഈ നെടുമങ്ങാട് തിരുവനന്തപുരം വഴിയാണ്. ഈ കിള്ളിയാറിൻ്റെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ഈ തീർത്ഥങ്കര എന്ന് പറയുന്നത്. തീർത്ഥങ്കരയ്ക്ക് 1.5 കിലോമീറ്റർ വടക്കുമാറി കരിഞ്ചാത്തിമൂല എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്നാണ് ഈ നദിയുടെ ഈ കിള്ളിയാറിൻ്റെ ഉത്ഭവം. ഈ കിള്ളിയാറിൽ തന്നെ ആദ്യമായി അണകെട്ടി അവിടെ നിന്ന് വെള്ളം തിരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള പത്മതീർത്ഥം ശുചീകരിക്കുന്നതിന് വേണ്ടി വെള്ളം കൊണ്ടുപോയതിൻ്റെയൊക്കെ രേഖകളും തെളിവുകളും സാക്ഷ്യങ്ങളുമൊക്കെ നമുക്കിന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ കോഴിക്കോട് കാക്കൂർ പഞ്ചായത്തിൽ മറ്റൊരു തീർത്ഥങ്കര നമുക്ക് കാണാം. കാസർഗോഡ് മംഗലംപാടി പഞ്ചായത്തിൽ മറ്റൊരു തീർത്ഥങ്കരയുണ്ട്. അതുപോലെ തന്നെ തീർത്ഥമൊഗറു എന്ന് പറയുന്നൊരു സ്ഥലം ഇതേ കോഴിക്കോട് മഞ്ചേശ്വരം താലൂക്കിൽ കാണാൻ പറ്റും. അതുപോലെ തീർത്ഥവയൽ മഞ്ചേശ്വരം താലൂക്കിൽ തന്നെ കുമ്പള പഞ്ചായത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ മറ്റു മതങ്ങൾ പോലെ തന്നെ ഒരുപക്ഷെ ബുദ്ധമതം പോലെ തന്നെ ഹിന്ദുമതം പോലെ തന്നെ ക്രിസ്തുമതം പോലെ തന്നെ അല്ലെങ്കിൽ ഇസ്ലാം മതം പോലെ തന്നെ ഒരു കാലത്ത് കേരളത്തിൽ തെക്കും വടക്കും വ്യത്യാസമില്ലാതെ തന്നെ ഈ ജൈനമതത്തിൻ്റെ സ്വാധീനം നിലനിന്നിരുന്നു. കല്ലിൽ ക്ഷേത്രം ഈ ബുദ്ധമത കേന്ദ്രമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പെരുമ്പാവൂര് ക്ഷേത്രം ഉണ്ട്, ചന്ദ്രനാഥൻ്റെ ക്ഷേത്രം, ജൈനക്കല്ല്, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ജൈനമതവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മലബാറിലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിൽ അങ്ങിങ്ങ് വ്യത്യാസമില്ലാതെ തന്നെ തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ തന്നെ ജൈനക്ഷേത്രങ്ങൾ നിരവധി നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ. അപ്പോൾ ഇത് കച്ചവടക്കാർ വഴിയോ അല്ലെങ്കിൽ ജൈന സന്യാസിമാർ വഴിയോ പ്രചരിച്ചതാവാം. ഒരുപക്ഷെ ഈ ഭരണകർത്താക്കളുടെ പിന്തുണ കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ കച്ചവടക്കാരുടെ കൂടി പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ടാവാം ബുദ്ധമതത്തേക്കാൾ ജൈനമതത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ വലിപ്പം കൊണ്ടും പ്രാധാന്യം കൊണ്ടും ഇന്നും അതിൻ്റെ സർവ്വവിധ പ്രൗഢിയോടും കൂടി പലയിടത്തും നിലനിന്ന് പോരുന്നുണ്ട്. പ്രത്യേകിച്ച് മലബാറിലും തെക്കൻ കേരളത്തിലെ നമ്മുടെ മാർത്താണ്ഡത്തിനടുത്തുള്ള ചിതറാലിലുമൊക്കെ കൃത്യമായി അതിൻ്റെ തെളിവുകളോടുകൂടി തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളും മറ്റും നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നിരവധി തീർത്ഥങ്കരന്മാരുമായി ബന്ധപ്പെട്ട നിരവധി ജൈനക്ഷേത്രങ്ങൾ പലതും പിന്നെ വൈഷ്ണവ ക്ഷേത്രങ്ങളായി മാറി എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. കൃത്യമായ നേതൃത്വമില്ലാതെ ജൈനമതവും ബുദ്ധമതവും ക്ഷയിച്ചപ്പോൾ ബുദ്ധമതം ശൈവമതത്തിലേക്കും ജൈനമതം വൈഷ്ണവ മതത്തിലേക്കും
ലയിച്ചു എന്നും അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന പല വൈഷ്ണവ ക്ഷേത്രങ്ങളുടെയും പൂർവ്വകാലത്ത് അത് ജൈന ക്ഷേത്രങ്ങളായിരുന്നുവെന്നും ഇന്ന് നമ്മൾ കാണുന്ന പല ശിവക്ഷേത്രങ്ങളും ആദ്യകാലത്ത് ബൗദ്ധ ക്ഷേത്രങ്ങളായിരുന്നു എന്നും ചരിത്രകാരന്മാരുടെ നിരീക്ഷണമുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം, തീർത്ഥവുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ ജൈനമതത്തിലെ പിന്നെ തീർത്ഥങ്കരന്മാരുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ജൈന ബസ്തികൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളുമാകാം എന്ന് ഉള്ള നിഗമനത്തിലാണ് ചരിത്രകാരന്മാരെല്ലാം എത്തിച്ചേരുന്നത്. നമുക്ക് തരുന്ന തെളിവുകളും ഏറെക്കുറെ അതുതന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ആര്യങ്കോട് പഞ്ചായത്തിലെ ജൈന ബസ്തിയെ നിലനിന്നിരുന്ന തീർത്ഥങ്കരയെക്കുറിച്ച് 790 എഴുതിയ കുവലയമാല കഥ എന്ന കൃതിയിൽ കൃത്യമായി അതിൻ്റെ ചില സൂചനകൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ പരുത്തിപ്പള്ളി, ഉത്തരംകോട്, ദക്ഷിണംകോട് തുടങ്ങിയ സ്ഥലനാമങ്ങളുമൊക്കെ ഈ നിഗമനത്തെ അടിയുറച്ച് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് തെളിവുകളിൽ നിന്നും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.